നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1012th day. Today 20th sloka of Prathama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1012 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി കാരുണ്യവാരിധിയായി വിഭൂതേഷനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഏന ചൈവാഭിപന്നോയം പ്രാണീ പ്രിയതമേരഭി ജനസദ്യോ വിയുജ്യേത കിമുദാനേർധനാദിഭി. ഓം തസ്തത്. ഏന ചൈവാഭിപന്നോയം പ്രാണീ പ്രിയതമേരഭി ജനസദ്യോ വിയുജ്യേത കിമുദാനേർധനാദിഭി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം പിരിക്കേണ്ടത് ഏന ച ഏവ അഭിപന്ന അയം. ചൈവാഭിപന്നോയം എന്നുള്ളത് ച ഏവ അഭിപന്ന അയം. പ്രാണേ പ്രിയതമേ അഭി ജന സദ്യോ വിയുജ്യേത കിമുദ അന്യൈ ധനാദിഭി. കിമുദ അന്യൈ ധനാദിഭി എന്നാൽ കിമുദ അന്യൈ ധനാദിഭി അങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് ഏന യാതൊന്നിനാൽ, ച ഏവ തീർച്ചയായും, അഭിപന്ന പ്രാപിക്കപ്പെട്ട, അയം ജന ഈ ജനം, പ്രിയതമേ ഏറ്റവും പ്രിയപ്പെട്ട, പ്രാണേ അഭി പ്രാണങ്ങളാലും, സദ്യ ഉടൻ, വിയുജ്യേത വിയുക്തനായി വരും, അന്യേ അന്യങ്ങളായ, ധനാദിഭി ധനാദികളാൽ, കിമുത പിന്നെ പറയണമോ. അതായത് ഇപ്പോൾ വിതുരർ ധൃതരാഷ്ട്രരോട് നമുക്ക് ഇവിടെ നിന്നും ഉടൻ പുറപ്പെടണം, ഈ രാജധാനിയിൽ നിന്നും ഉടൻ പുറപ്പെട്ടു പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ അപ്രകാരം നമ്മൾ നമ്മുടെ ഇരിപ്പിടത്തിൽ നിന്നും പുറപ്പെട്ടു പോകുമ്പോൾ ധനത്തെയും ഉള്ള സമ്പത്തെയും എല്ലാം പരിത്യജിക്കേണ്ടി വരും. അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ കാലസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ ജനങ്ങളെ ആരെയും വന്ന് പ്രാപിക്കുമ്പോൾ ഏറ്റവും പ്രിയമായിട്ടുള്ള പ്രാണൻ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ത്യജിക്കേണ്ടി വരും. ഏറ്റവും പ്രിയപ്പെട്ടമായ പ്രാണൻ ത്യജിക്കേണ്ടി വരുമ്പോൾ പിന്നെ സമ്പത്തുകളൊക്കെ ത്യജിക്കണം എന്നുള്ളത് ഒരു ദുഃഖമല്ല. പ്രാണങ്ങളല്ലാതെയുള്ള നമ്മളേക്കും അന്യമായിട്ടുള്ള നമ്മളെ തന്നെ നമ്മുടെ ജീവനെ തന്നെ നാം ത്യജിക്കേണ്ടി വരും എന്നുള്ളതപ്പോൾ നമുക്ക് മറ്റുള്ളതെല്ലാം ത്യജിക്കുന്നതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളതെല്ലാം ത്യജിക്കണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുകയാണ്. അതായത് ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ എന്തായാലും അതിനു മുന്നേയും മരണം വരും. എന്നാലും ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ ലൗകിക ജീവിതത്തിൻ്റെ പാരമ്യതയിൽ മക്കളുടെ മക്കളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് എല്ലാറ്റിൽ നിന്നും വിമുക്തി നേടി. ഇപ്പോൾ കാടില്ല, അതുകൊണ്ട് കാടിൽ പോകണമെന്നല്ല, മറ്റുള്ള ലൗകികതകളിൽ നിന്നെല്ലാം വിമുക്തരായി ആ ഭഗവാനെ പ്രാർത്ഥിച്ച് മൃത്യു വന്ന് നമ്മുടെ ശരീരം കൊണ്ടുപോകുന്നതിന് മുന്നേ ഭഗവാനിലേക്ക് മനസ്സ് അർപ്പിക്കണം എന്നാണ് ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടമായിട്ടുള്ള പ്രാണനെ തന്നെ കാലൻ വന്ന് നമ്മളെ പിടികൂടുമ്പോൾ പ്രാണൻ തന്നെ പോകണം, പ്രാണനെ തന്നെ പരിത്യജിക്കണം. അപ്പോൾ പിന്നെ ഈ മറ്റുള്ള ധനാദികളെ പിരിയേണ്ടി വരും എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അന്യങ്ങളായിട്ടുള്ള ധനാദികളാൽ
പിരിയണം എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ പിരിഞ്ഞേ പറ്റുകയുള്ളൂ. എല്ലാം ഈ കാണുന്ന സർവസ്വവും നമ്മൾ ഒരു നാൾ പിരിയേണ്ടി വരും. ഒന്നും ശാശ്വതമല്ല എന്ന് എടുത്തു പറയുകയാണ് വിദുരർ ധൃതരാഷ്ട്രരോട്. ധൃതരാഷ്ട്രർ മക്കളും ഒക്കെ മരിച്ച് ഇപ്രകാരമൊക്കെ ആയിട്ടും ആ രാജധാനിയിലുള്ള സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്. അത് കണ്ട് സഹിക്കേറ്റിട്ടാണ് വിദുരർ ഇപ്രകാരം തൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ധൃതരാഷ്ട്രരോട് ഇപ്രകാരം സംസാരിക്കുന്നത്. വിദുരർ മഹത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല വിവേകബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളാണ് നാം കേൾക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യേന ചൈവാഭിപന്നോയം പ്രാണേ പ്രിയതമൈരഭി ജനസദ്യോ വിയുജ്യേത കിമുദാനീർധനാതിഭി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.